ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബുധനാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 3-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 35 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും തൻ്റെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞ വാക്കുകളാണ് നാം ഇപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനമായി വായിച്ച് കേട്ടത്. യാക്കോബ് ഒരേ സമയത്ത് തൻ്റെ പിതാവിനെയും ജ്യേഷ്ഠനെയും കബളിപ്പിച്ച് അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് അമ്മാവനായ ലാബാന്റെ ഭവനത്തിലേക്ക് യാത്രയായി. 20 വർഷത്തെ വാസത്തിന് ശേഷം 2 ഭാര്യമാരോടും അവരുടെ മക്കളോടും ആടുമാടുകളോടും സർവസമ്പത്തോടും കൂടെ യാബോക്ക് നദി കടന്ന് ഇക്കരയെത്തി. താൻ ഉള്ളിൽ ഭയന്ന നിലയിലൊന്നും സംഭവിക്കാതെ സഹോദരനായ ഏശാവുമായി സന്തോഷമായി മുൻപോട്ട് പോയി. അങ്ങനെ ജീവിക്കവേ ദൈവം യാക്കോബിനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. യാക്കോബേ, നീ ബേഥേലിലേക്ക് പോയി നിന്റെ വഴിയാത്രയിൽ കൂടെയിരുന്ന ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കി യാഗം കഴിക്കണം. ഇത് ദൈവം യാക്കോബിനോട് പറഞ്ഞപ്പോൾ യാക്കോബ് ഓർക്കുകയും തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ സ്മരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. നമുക്കറിയാം, 20 വർഷം പുറകിൽ നോക്കുമ്പോൾ യാക്കോബിന്റെ യാത്രയിൽ താൻ മിടുക്കനെന്ന് കരുതി ഓടിയപ്പോൾ ബേർശേബ മരുഭൂമിയിൽ തന്റെ മുമ്പാകെ സൂര്യൻ അസ്തമിച്ചു. ലൂസ് എന്ന ദേശത്ത് താൻ രാത്രിയിൽ ഏകാന്ത പഥികനായി ഒരു കല്ല് തലയിണയായി വെച്ചുറങ്ങുമ്പോൾ സ്വർഗം തുറന്ന വലിയ ദർശനം താൻ കാണുന്നു. അവിടെ വെച്ച് താൻ ദൈവസ്ഥനിൽ തീരുമാനമെടുത്തു, എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുകയാണെങ്കിൽ നിശ്ചയമായും ഞാൻ നിനക്കൊരു യാഗപീഠം പണിയും, എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ദശാംശം നൽകും. എന്നാൽ കാലക്രമേണ ഒരുപക്ഷേ താനത് വിസ്മൃതിയിലേക്ക് വിട്ടുകളഞ്ഞു. പക്ഷെ ദൈവം മറക്കുന്ന ദൈവമല്ല. അങ്ങനെ ദൈവം യാക്കോബിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ യാക്കോബ് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വഴിയാത്രയിൽ കൂടെയിരുന്നവൻ, എൻ്റെ കഷ്ടകാലത്ത് കൂടെയിരുന്നവൻ, ആ ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞകാല ജീവിതയാത്ര തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കഷ്ടകാലങ്ങളിൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? അവരവരൊന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നാം പലപ്പോഴും കരുതിയ പലരും നമുക്കൊരു വേദന വന്നപ്പോൾ വിട്ടേച്ചു പോയി, ഇട്ടിട്ട് പോയി, അല്ലേ? സുഹൃത്തുക്കൾ, കൂട്ടുകാർ, കൊളീഗ്സ്, എന്തിന് സ്വന്തം രക്തബന്ധങ്ങൾ പോലും. അതിനുമുപരിയായി കാൽവരിയുടെ രക്തത്താൽ നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് ഒരു പായയിലിരുന്ന് ആരാധിച്ച ദൈവമക്കൾ കണ്ടില്ല എന്ന് നടിച്ച് ഇട്ടിട്ട് പോകും. എന്നാൽ
യാക്കോബ് പറയുകയാണ്, എന്റെ കഴിഞ്ഞകാല ജീവിത യാത്രകളിൽ, എന്റെ കഷ്ടങ്ങളിൽ കൂടെയിരുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വഴിയാത്രയിൽ കൂടെയിരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വഴിയാത്രയൊന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്. കല്ലും മുള്ളും കുഴിയും കുണ്ടും നിന്ദയും പരിഹാസവും ദുഷിയും വേദനയും രോഗങ്ങളും ദുഃഖങ്ങളും, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ജോലിയിലെ പ്രശ്നം, മാതാപിതാക്കളുടെ പ്രശ്നം, സഹോദരങ്ങളുടെ പ്രശ്നം, സഹവിശ്വാസികളുടെ പ്രശ്നം, നിരവധി പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിത വഴിത്താരയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് നിങ്ങൾക്കും താങ്ങായി നിന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നമുക്കറിയാം, യാക്കോബ് ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ പിതാവിനെയും ജ്യേഷ്ഠനെയും കബളിപ്പിച്ച് ഓടിച്ചെന്നപ്പോൾ യാക്കോബിനെക്കാട്ടിൽ വലിയ കളിപ്പീരുകാരനായ അമ്മാവന്റെ അടുക്കല ചെന്നുപെട്ടത്. നമുക്കറിയാം, 7 14 6 വർഷം ആടുമാടുകൾക്ക് വേണ്ടിയും അങ്ങനെ 20 വർഷം ഒരു വിധത്തിൽ പറഞ്ഞാൽ കബളിപ്പിക്കപ്പെട്ട് തന്നെ യാക്കോബിന്റെ ജീവിതം കടന്നുപോയി. പ്രതികൂലങ്ങളുണ്ടായി. പക്ഷേ ദൈവത്തിന് യാക്കോബിനെ കുറിച്ച് വലിയ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ജീവിതയാത്രയിൽ നിങ്ങൾ പല വിഷയത്താൽ ഭാരപ്പെടുന്നവരാണോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുവാൻ ഭയക്കുന്നില്ലേ? ഒരു ടെസ്റ്റ് നടത്തിയാൽ അതിന്റെ റിസൾട്ട് എന്താകും എന്ന് ഭയപ്പെട്ട് ആശുപത്രിയിൽ പോകാതെ വേദന കടിച്ചമർത്തി കഴിയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ കുറച്ച് ദമ്പതികൾ ഭാരപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ മൂലം നിരന്തരമായ വേദനയിൽ കഴിയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം, കൂട്ടുകാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹവിശ്വാസികൾക്ക് വേണ്ടി ലോണോ കടമോ എടുത്തതിലുണ്ടായ വലിയ വീഴ്ച അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേടി ഏൽക്കേണ്ടി വന്ന തിരിച്ചടി വേദനയോടെ അനുഭവിച്ചു പോകുന്നവരുണ്ട്. നിരവധി വിഷയത്താൽ വ്യാകുലപ്പെടുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ നിങ്ങൾ ഈ ലോകത്തിൽ ആരിലും ആശ്രയിക്കരുത്. ആരുടെയും വാക്ക് ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അവരവരെ തൊടുന്ന കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ച് പണം സംബന്ധമായി ഒരു കാര്യം വരുമ്പോൾ, അവരവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ, ഇന്ന് കൈയടിച്ച് കൂടെ നിന്ന് ചിരിച്ചെന്ത് വന്നാലും കൂടെയുണ്ടെന്ന് പറയുന്നവർ ഏതു വഴി തിരിഞ്ഞോടിയെന്ന് അറിയാത്ത വിധത്തിൽ നമ്മെ വിട്ടുപോകും. എന്നാൽ യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബിന് പറയാനുണ്ട്, എന്റെ കുടുംബാംഗങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കഷ്ടകാലത്ത് കൂടെ ഇരുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വഴിയാത്രയിൽ ഞാൻ ഏകനായിരുന്നു, അവിടെയും എന്നോട് കൂടെ ഇരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തോടെ, ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ കുളിച്ച് വസ്ത്രം മാറി ശുദ്ധരാകുവീൻ, നാം ബേഥേലിലേക്ക് പോകാം. ഞാൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കും. ഇന്നത്തെ ദിനം ആരാധനയുടെ ദിനമാവട്ടെ, വിടുതലിന്റെ ദിനമാവട്ടെ. അതെ, പ്രശ്നങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഒരു വിധത്തിലും നികത്താൻ പറ്റാത്ത കുന്നോളം മലയോളം വലിപ്പത്തിൽ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ കുന്നിന് മുകളിൽ, ആ പ്രശ്നമാകുന്ന മലയുടെ മുകളിൽ എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന ആണിപ്പാടുള്ള കരമുണ്ട്. അത് കാണുവാൻ ഇന്ന് എന്റെയും നിങ്ങളുടെയും ആത്മ കണ്ണുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കട്ടെ, കരം പിടിച്ച് നടത്തട്ടെ. ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. ബിസിനസ് സംബന്ധമായി
തകർച്ച നേരിടുന്നുണ്ടോ? വിദൂരത്ത് നിന്നുള്ള ഒരു ഫോൺ കോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഒരുപക്ഷെ മകന്റെയോ മകളുടെയോ ആയിരിക്കാം. നിങ്ങൾ ആരോടും പറയാത്ത നിങ്ങളുടെ പേഴ്സണൽ വിഷയമായിരിക്കാം. എന്നാൽ സകലത്തിനും നീക്കുപോക്ക് ദൈവസന്നിധിയിലുണ്ട്. അത് യാക്കോബ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. അതെ, ആ വലിയ വിടുതൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ എന്റെ സഹോദരങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഇന്ന് നൽകട്ടെ. നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. ഹൃദയങ്ങളെ ഒരുക്കാം, കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യാക്കോബ് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ കഷ്ടകാലത്ത് കൂടെയിരുന്നവൻ, വഴിയാത്രയിൽ കരം പിടിച്ച് നടത്തിയവൻ, അങ്ങനെ ഒരു വലിയ ദൈവത്തിന് താൻ യാഗപീഠമുണ്ടാക്കി ആരാധിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ ഇറങ്ങിത്തിരിച്ചത് ഇനി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് നോക്കുമ്പോൾ വേദനയും സങ്കടവും കണ്ണുനീരും നിരാശയും ഒക്കെ ഉണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതായി പുതുദിനം ആരംഭിക്കുന്നു. ദൈവവചനം കേട്ട് തലകളെ വണക്കിയിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അപ്പൻ ഏറ്റെടുക്കണം. അവരുടെ വഴിയാത്രയുടെ ദുർഘടങ്ങളെ സ്വർഗം പരിഹരിക്കണം. ഇന്നത്തെ ദിനം എല്ലാ അർത്ഥത്തിലും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി കൃപയോടെ പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇത് നാം കേട്ട ദൈവവചനം യാക്കോബിന്റെ ഒരു വലിയ സാക്ഷ്യമാണെങ്കിൽ ഈ സാക്ഷ്യം ഇന്ന് നമുക്കും ഉണ്ടാവട്ടെ. അത് അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നാം ഏവരോടും കൂടെയിരിക്കട്ടെ. നമ്മുടെ കഷ്ടകാലത്ത് കൂടെയിരിക്കുന്ന ദൈവം, വഴിയാത്രയിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവം, ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും സാന്നിധ്യവും നാം ഏവരോടും എക്കാലവും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.